നമസ്കാരം. കഴിഞ്ഞ 89 വർഷങ്ങളായി വേട്ടയാടപ്പെട്ട, അപമാനിക്കപ്പെട്ട, മാധ്യമ വിചാരണകൾക്ക് ഇരയായ ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധി എഴുതിയവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ കോടതി വിധി. അപ്പൊ കോടതി വിധിയിലേക്ക് വരാം നമുക്ക്. പ്രസ്താവം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ വാർത്ത. വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുകയാണ്. വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ അറിയാം. നെഞ്ചെടുപ്പോട് കൂടി കാത്തിരിക്കുകയാണ് കേരളം. നീതി പുലരുമോ? കേരളത്തിലെ മുഴുവൻ വനിതകളും ആശങ്കയോടെ കാണുന്ന നിമിഷങ്ങളാണ്. ഈ കേസിൽ നീതി ഇല്ലെങ്കിൽ മറ്റേത് കേസിലാണ് നീതി? അത്രമേൽ കേരളത്തിന്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ച, കേരള ക്രിമിനൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് കേസിലാണ് നിർണായകമായ വിധി പ്രസ്താവം. വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രതിക്കൂട്ടിൽ പ്രതികളുണ്ട്. എന്തായിരിക്കും ദിലീപിന്റെ വിധി? 8ാം പ്രതിയെ കുറ്റവിമുക്തനാക്കുമോ ഇല്ലയോ? ഇവർക്ക് അപ്പോഴും ഇപ്പോഴും ഇവരുടെ ഫോക്കസ് 8ാം പ്രതിയാണ്. 8ാം പ്രതിയാകുമോ ഇല്ലയോ അതാണ് ചിന്ത. 1ാം പ്രതിയുടെ കാര്യം ഇവർക്ക് ചിന്തയില്ല. എന്തൊരു മീഡിയയുടെ ജഡ്ജി ഹണിയം വർഗീസിന്റെ വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുകയാണ്. 10 പ്രതികളും കോടതി മുറിയിലുണ്ട്. 8ാം പ്രതിയാണ് നടൻ ദിലീപ്. ഡ്രൈവർ മാർട്ടിൻ കുറ്റക്കാരിയാണെന്ന് ആദ്യത്തെ വാർത്ത. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയുടെ വാഹനം ഓടിച്ച ഡ്രൈവർ മാർട്ടിൻ കുറ്റക്കാരൻ. അല്ല, ഇവന്മാർക്ക് കൊടുക്കണം. കാര്യം 1ാം പ്രതിക്കും 2ാം പ്രതിയും 3ാം പ്രതിയൊക്കെ ഓൾറെഡി ഇൻവോൾവ് ആയ കാര്യമാണല്ലോ. അത് മൊഴി കൊടുത്തതാണ്. നടി മൊഴി കൊടുത്തിട്ടുള്ളതാണ്. ഈ ആൾക്കാരുടെ എല്ലാം പേര് നോക്കട്ടെ. അണ്ണന്റെ വിധി പറയടേ. അണ്ണന്റെ വിധി പറ. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന വിധി ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ദിലീപിന്റെ ഭാഗം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ദിലീപിന്റെ പേര് പറയാൻ അതാണ് ഇപ്പൊ അവർക്ക് സങ്കടം. ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യത്തെ പ്രസ്താവന വന്നിരിക്കുകയാണ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ. ദിലീപിന്റെ ഭാഗം ഇതിന് ശേഷമായിരിക്കും പറയുക. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിധി. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, ചാത്തങ്കരി പ്രദീപ്, ആദ്യത്തെ 6 പേർ കുറ്റക്കാരാണ് എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മുറിക്ക് പുറത്ത് ദിലീപ് ഫാൻസിന്റെ ആഘോഷം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ദിലീപിന്റെ വിധി ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യത്തെ 6 പേർ കുറ്റക്കാർ എന്ന വിധി വരുമ്പോൾ എന്തിനാണ് ദിലീപ് ഫാൻസിന്റെ ആഘോഷം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇതൊക്കെ നോക്കിയേ. ആദ്യത്തെ 6 പേര് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതിന് പുറത്തേക്ക് ദിലീപ് ഫാൻസർ ആഘോഷിക്കുന്നു. ഇതൊക്കെ അല്ലേടെ മീഡിയ. എന്ത് പറയാൻ. ഇവരൊക്കെ അതിന്റെ കണ്ടോ ആഘോഷം നടത്തുന്നത്? പടക്കം പൊട്ടിച്ചവന്മാര്. ശക്തമാവുകയും ചെയ്യുന്നില്ല. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ നമുക്ക് സ്ക്രീനിൽ ഓരോരുത്തരെയായി കാണാൻ കഴിയുന്നുണ്ട്. അതിൽ മാർച്ചിൽ അടക്കമുള്ളവർ 1ാം പ്രതി അണ്ണന്റെ വിധി പറ. പ്രതികളാണ് എന്ന്, കുറ്റക്കാരാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവർ മാത്രമാണോ കുറ്റക്കാർ? എന്തുകൊണ്ട് ദിലീപ് ഫാൻസ് ആഘോഷം നടത്തുന്നു? എന്തുകൊണ്ട് ദിലീപ് ഫാൻസ് ആഘോഷം നടത്തുന്നു? ഇവരൊക്കെ ഇത് കാണുന്നുണ്ടോ? രാവിലെ 5:30 6 മണിക്ക് അങ്ങാണ്ട് ഡ്രോൺ വഴിയൊക്കെ ചെന്നിട്ടാണ് ദിലീപ് തൂർന്നതും പിടിക്കുന്നതും എല്ലാം അപ്പത്തൊട്ടുള്ള വീഡിയോസ് ഇമാര് രാവിലെ കുത്തിയിരുന്നെടുത്തോണ്ടിരിക്കുകയാണ് കോപ്പമായിട്ട് ചെന്നുണ്ട്. ദിലീപിനെ പ്രതിയാക്കിയില്ല ഇവർക്ക് ഉറക്കം വരുന്നില്ല. കഷ്ടം. പ്രവചിക്കപ്പെട്ട ഒരു വിധിയുടെ ആഘോഷമാണോ അതോ അതിന് കിടന്ന ആത്മവിശ്വാസമാണോ? ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഈ കേസിൽ വളരെ നിർണായകമായി വിധി വന്നിരിക്കുന്നു. 8ാം പ്രതി ദിലീപ് കുറ്റക്കാരനല്ല. 8ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യ? മീഡിയ കുറ്റക്കാരനാക്കാൻ വേണ്ടി നോക്കിയതാണ് ദിലീപിനെ. ഇനി നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യ? കഷ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പ്രതീക്ഷിക്കപ്പെട്ട വിധി ദിലീപിനെ വെറുതെ വിട്ടുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ലാത്തതിന് അതാണ് ഇവർക്കിപ്പോ പ്രശ്നം. ദിലീപ് കടിച്ചടയന്മാര് മീഡിയക്കാരാ എനിക്കറിയത്തില്ല. നിലവിലിപ്പോൾ വന്ന വിധിയെ അനുകൂലിക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ. കാര്യം കോടതിയാണ് പറഞ്ഞത് ദിലീപ് കുറ്റക്കാരനല്ല. ദിലീപിന്റെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അപ്പൊ കുറ്റക്കാരനല്ല. കോടതിയിൽ ഒരു കേസ് തെളിയണമെങ്കിൽ അതിന് തെളിവാണ് വേണ്ടത്. അല്ലാതെ മീഡിയാസ് സാമാനം പുറയും പൊക്കി പിടിച്ചുകൊണ്ട് അവനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം ആരാണെന്ന് അറിയത്തില്ല, അപ്പം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നീതി പറയുന്നതാണ് സത്യം. ആകണമല്ലോ.
കാരണം 1994 മീഡിയ ഇതുപോലെ മറ്റൊരു സത്യം, നോട്ട് സത്യം, പറഞ്ഞില്ല. സത്യം തിരിച്ചറിഞ്ഞ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി 25 വർഷങ്ങൾക്ക് ശേഷം രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. പക്ഷേ APJ അബ്ദുൽ കലാമിനൊപ്പം ലോകം വായിക്കേണ്ടിയിരുന്ന പേര് ലോക്കപ്പിൽ കിടന്ന കേരള പോലീസിന്റെ 3rd ഡിഗ്രി അനുഭവിക്കുമ്പോൾ പത്രങ്ങൾ എഴുതിയത് വായിച്ച് നാടും നാട്ടുകാരും രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തുമ്പോൾ സോറി, ഇതെല്ലാം ഇതെവിടുന്ന് വന്നു? ഇത്രക്കാര് സത്യമല്ലേ പറയത്തുള്ളൂ, അതിനിപ്പോ എടുത്തു വരേണ്ട കാര്യമുണ്ടോ അല്ലേ? ഇതാണ് ആ വീഡിയോ. മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചു. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത മാധ്യമ വിചാരണയാണ് ഈ 8 വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു സത്യമാണ് കാര്യം. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് രാവിലെ വെളുപ്പാങ്കാലത്ത് തൊട്ട് ഡ്രോൺ സഹിതം പറത്തി. ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തതെന്ന് എന്തോ ഡ്രോണൊക്കെ പറത്തിയിട്ടാണ് ദിലീപ് ഇറങ്ങി. ദിലീപ് അമ്മയുടെ കൂടാണ്, അച്ഛൻ്റെ കൂടാണ്, ഇന്നോവ കാറിലാണ്, ബസ്സിലാണ്, എന്തൊക്കെയാണ് പറയുന്നത്. മാധ്യമ വിചാരണ കൊള്ളാന്തായാലും. ഇനി നമുക്ക് ദിലീപ് അണ്ണന്റെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ അതാരാണ് കണ്ടുപിടിച്ചോ? നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോ? എന്തായാലും ഇഷ്ടപ്പെട്ടത് കാര്യം. ഇത്രയും വർഷം 6-7 വർഷം ഇവരായിട്ടുള്ള രീതികളല്ലേ പറഞ്ഞോണ്ടിരുന്ന. അപ്പൊ ഇനിയിപ്പൊ അങ്ങേരുടെ ആരാന്ന് വെച്ചാൽ അയാളെ പോയി ഊമ്പാണെന്നല്ലേ പറയത്തുള്ളൂ. മയില് എന്തായാലും കൊള്ളാം. അപ്പൊ എന്തായാലും കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം ഷെറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കാണടേ വീഡിയോ കാണടേ, സബ് കയറട്ടെ, കാരണം ജീവിക്കട്ടെ. மீண்டும் சந்திக்க வரைக்கும் வணக்கம்.